നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് വ്യാപകമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യനിലയിൽ ആശങ്കയെന്ന രീതിയിലുള്ള ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഫ്ലൈറ്റിൽ നിന്നും പുറത്തിറങ്ങുന്ന ട്രംപിന്റെ ചിത്രങ്ങൾ സഹിതമാണ് ഇപ്പോൾ പ്രചാരണം നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ട്രംപ് ഫ്ലോറിഡയിൽ വിമാനമിറങ്ങുമ്പോഴുള്ള ചിത്രമാണ് വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ഏറെ ക്ഷീണിതനാണ്, പടികളിറങ്ങാൻ പോലും അദ്ദേഹത്തിന് കഴിവില്ല എന്ന് തുടങ്ങിയ രീതിയിലുള്ള കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്നത്. ട്രംപിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടെന്നും അദ്ദേഹത്തിന് നടക്കാൻ സാധിക്കുന്നില്ലെന്നുമെല്ലാം പലരും വീഡിയോയിൽ കമന്റ് ചെയ്യുന്നുണ്ട്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് കസേരയിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുന്ന ട്രംപിന്റെ മറ്റൊരു വീഡിയോയും പ്രചരിച്ചിരുന്നു. മേശയുടെ ഇരുവശങ്ങളിലും പിടിച്ച് കസേരയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് മുട്ടുകളുടെ വേദന അനുഭവപ്പെടുന്നതിനെ പറ്റിയും ചർച്ചകൾ ഉണ്ടായിരുന്നു. പിന്നാലെ അദ്ദേഹത്തിന് കണങ്കാലിൽ നീർവീർക്കം, ചർമ്മത്തിലെ നിറവ്യത്യാസങ്ങൾ എന്നിവയുണ്ടെന്ന് ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ട്രംപിന്റെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന യാതൊരു വിവരങ്ങളും റിപ്പോർട്ടുകളോ ഇതുവരെ US ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. അതിനിടെ വിശുദ്ധ റമദാൻ മാസത്തിന്റെ ആത്മനിയന്ത്രണവും സംയമനവും അവസാനിച്ചതോടെ ഇനി സൈനിക നീക്കങ്ങൾ കൂടുതൽ ശക്തവും കൃത്യവുമായിരിക്കും എന്ന സൂചനയാണ് ഇറാനിൽ നിന്നുള്ള സന്ദേശങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ പ്രഖ്യാപനങ്ങൾ വെറും വാക്കുകളല്ല, മറിച്ച് യുദ്ധത്തിന്റെ തീവ്രത അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ വ്യക്തമായ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇറാനെതിരെ കരസേന ആക്രമണ സാധ്യതകൾ ഉയർന്നു വരുന്നതോടെയാണ് ഈ ഒരു കടുത്ത പ്രതികരണം രൂപം കൊണ്ടിട്ടുള്ളത്. ഇറാനിയൻ മണ്ണിൽ ഒരു വിദേശ സൈനികന്റെ കാൽപാദം പതിയുന്നത് തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചുവപ്പുരേഖാ ലംഘനമായിരിക്കും എന്ന മുന്നറിയിപ്പ് സാധാരണ നയതന്ത്ര പ്രസ്താവനകളെക്കാൾ ഏറ്റവും കടുത്തതും നിർണായകവുമാണ്. അതിന് മറുപടിയായി ഇറാൻ ഒരുക്കുന്നത് വെറും പ്രതിരോധമല്ല, മറിച്ച് ലോകത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള അപ്രതീക്ഷിത പ്രഹരമായിരിക്കും എന്നതാണ് അവർ നൽകുന്ന സന്ദേശം. സർപ്രൈസ് എന്ന പദം തന്നെ ഇപ്പോൾ ഈ സംഘർഷത്തിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുകയാണ്. ഇറാന്റെ ഈ നിലപാട് അവരുടെ കാഴ്ചപ്പാടിൽ നിലവിലെ സംഘർഷം വെറും സൈനിക ഏറ്റുമുട്ടലല്ല, മറിച്ച് ദേശീയാഭിമാനത്തിന്റെയും സ്വാധീനത്തിന്റെയും പരീക്ഷണവേദിയാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഉയർന്നു വന്നത്. കഴിഞ്ഞ മാസങ്ങളിലായി ഉണ്ടായ ആക്രമണങ്ങൾ, നേതാക്കളെ ലക്ഷ്യമിട്ട നീക്കങ്ങൾ, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ എന്നിവയെല്ലാം ചേർന്ന് ഒരു വലിയ സംഘർഷത്തിന്റെ പശ്ചാത്തലം ഒരുക്കിയെന്നാണ് ഇറാൻ വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ കരസേന ആക്രമണം പോലെയുള്ള നീക്കങ്ങൾ നേരിട്ടുള്ള യുദ്ധപ്രഖ്യാപനമായി കാണപ്പെടുമെന്നും അതിന് അതേ തീവ്രതയിലുള്ള മറുപടി നൽകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. മൊത്തത്തിൽ ഈ ഒരു പ്രസ്താവനകൾ പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ ഒരു നിർണായക വഴിത്തിരിവിൽ എത്തിയിരിക്കുകയാണെന്ന് സൂചിപ്പിക്കുന്നു. ഇതുവരെ നിയന്ത്രിതമായ രേഖയിൽ മുന്നേറിയിരുന്ന ഏറ്റുമുട്ടലുകൾ ഇനി കൂടുതൽ തുറന്നതും ശക്തവുമായ ഘട്ടത്തിലേക്ക് കടക്കാനിടയുണ്ടെന്ന ആശങ്ക ഉയരുന്നു. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇറാന്റെ കാഴ്ചപ്പാടിൽ നിലവിലെ സംഘർഷം വെറും സൈനിക ഏറ്റുമുട്ടൽ മാത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ സ്വാഭിമാനത്തിന്റെയും സ്വാധീനത്തെയും ലക്ഷ്യമിട്ടുള്ള വിപുലമായ ആക്രമണ പരമ്പരയാണ്. ഇസ്ലാമിക് വിപ്ലവവുമായി ബന്ധപ്പെട്ട നേതാക്കളെ ലക്ഷ്യമിട്ട കൊലപാതകങ്ങളും രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സൗകര്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങളും ഇതിനോടകം തന്നെ ഒരു പ്രാദേശിക യുദ്ധത്തിന്റെ രൂപം കൈക്കൊണ്ടുവെന്നാണ് ഇറാനിയൻ വൃത്തങ്ങൾ പറയുന്നത്. ഈ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വരുന്ന കരസേന ആക്രമണ ഭീഷണികളെ അവർ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്.